കോഴിക്കോട് കനത്ത മഴയിൽ മെഡിക്കൽ കോളേജിന്റെ 4-ാം വാർഡ് ചോർന്നൊലിക്കുന്നു. രോഗികളും കൂട്ടിരിപ്പുകാരും വാർഡിന് പുറത്തിറങ്ങി നിൽക്കുന്നു. ദൃശ്യങ്ങൾ ന്യൂസ് മലയാളത്തിന് ലഭിച്ചു. വിവരങ്ങളുമായി രതീഷ് വാസുദേവൻ ചേരുന്നുണ്ട്. രതീഷ്, രോഗികളും കൂട്ടിരിപ്പുകാരും വാർഡിന് പുറത്തിറങ്ങി നിൽക്കുകയാണെന്നാണ് പറയുന്നത്, അല്ലേ? എന്താണ് നിലവിലെ സാഹചര്യം? തീർച്ചയായും കോഴിക്കോട് പ്രദേശങ്ങളൊക്കെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഭാഗത്തൊക്കെ ശക്തമായ മഴയാവും. ഈ സമയത്താണ് ഇപ്പോ ഈ വാർഡ് നടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, രോഗമുള്ള ആളുകളൊക്കെ അവിടെ ഈ കനത്ത മഴയത്ത് പുറത്ത് കനത്ത മഴ അകത്തെതിരും ഉണ്ടാവുന്നു എന്നതാണ് ഈ സാധാരണ രോഗികളെ വലിയ ബുദ്ധിമുട്ടിലാക്കുന്നത്. കാരണം മറ്റ് സ്വകാര്യ ആശുപത്രികളൊന്നും ആശ്രയിക്കാതെ ഈ മെഡിക്കൽ കോളേജിനെ മാത്രം ആശ്രയിച്ച് ആരോഗ്യ കാര്യങ്ങൾ നോക്കുന്ന സാധാരണക്കാരാണ് ഈ ഇത്തരം വാർഡുകളിലൊക്കെ തന്നെ ഭൂരിപക്ഷം ഉള്ളത്. അവർ ഇത്തരത്തിൽ വലിയ ദുരിതത്തിലേക്ക് പോകുന്നു എന്നതാണ്. എന്തായാലും കാര്യക്ഷമമല്ലാത്ത ഭൗതിക സംവിധാനം മെഡിക്കൽ കോളേജിൽ ഉണ്ട്. അത് തുടരുന്ന അവസ്ഥയാണ് എന്നത് ബോധ്യപ്പെടുത്തുന്ന കാഴ്ചകളാണ് ഈ മഴക്കാലത്ത് കാണുന്നത്. കൃത്യമായ പരിശോധനയും മീൻസും ഒന്നും കാലാകാലങ്ങളിൽ നടക്കില്ല എന്നതുകൂടിയാണ് ദൃശ്യങ്ങൾ. ശരി, കോഴിക്കോട് കനത്ത മഴയിൽ മെഡിക്കൽ കോളേജിന്റെ 4-ാം വാർഡ് ചോർന്നൊലിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. രതീഷ് വാസുദേവനാണ് വിവരങ്ങൾ നൽകിയത്.